അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് കേട്ടോ. വിശ്വാസികളൊക്കെ അത്താഴമൊക്കെ കഴിച്ച് അന്നത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ നോമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊക്കെ എൻ്റെ നോമ്പ് ചെറുപ്പം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇതാ അഹമ്മദ് ഇന്നലെ നോമ്പെടുത്തോ? ഇന്ന് നോമ്പുണ്ടോ? ഓക്കെ. അപ്പൊ അഹമ്മദ് കണ്ടോ, ചെറുപ്പത്തിൽ നോമ്പ് മറ്റു മക്കളെ പഠിപ്പിക്കണം. എന്നാലാണ് നമുക്കത് അവരതിൻ്റെ ആ ചിട്ടകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുള്ളൂ കേട്ടോ. പണ്ടത്തെ കാലത്ത് നോമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങളത് വലിയൊരു കൂട്ടുകുടുംബമായതുകൊണ്ടേ കൂട്ടുകുടുംബത്തിൽ എനിക്ക് അഭിമാനിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ നോമ്പ് അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പലരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്കത് ചെയ്യാനുള്ളൊരു ആഗ്രഹം നമുക്ക് വളർന്നു വരുമ്പോൾ നമുക്ക് എന്നും അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും കേട്ടോ. നോൽബിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പണ്ടത്തെ സുഹൂറുകളും അത്താഴത്തിന് നീക്കണതും കഴിഞ്ഞിട്ട് നോമ്പ് വൈകുന്നേരം ആക്കുന്നതും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രയറുകളൊക്കെ വലിയ രസമാണ്. അന്നത്തെ കാലത്തൊക്കെ ചെറുപ്പത്തിൽ വലിയ രസമാണത്. അത് കഴിഞ്ഞിട്ട് നോമ്പിറക്കാൻ ഇന്നത്തെ മാതിരി ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത്താഴത്തിനാണെങ്കിലും വളരെ ചുരുക്കം ഒരു മുരിങ്ങാക്കറി, അതിൻ്റെ കൂടെ ഒന്നുകിൽ സ്രാവ് പൊരിച്ചത് അല്ലെങ്കിൽ ഒരു ബീഫ് പൊരിച്ചത്, ആ രണ്ടായിട്ടേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ, അതിനോടുകൂടി പിന്നെ അത് വൈകുന്നേരത്ത് നോമ്പിറക്കുന്ന സമയത്തേ ഒരു കാരക്കൻ്റെ ചീള്, ഒരു കാരക്കനെ 4 മുറിച്ച്, അതുകൊണ്ടാണ് അന്ന് നോമ്പ് പറഞ്ഞിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിക്ക് വിഭവമായി ഇന്നത്തെ കാണണമാതിരി കണ്ടമാന സാധനങ്ങളൊന്നുമില്ല. എന്തുണ്ടായിരുന്നത്? ഒരു കഷ്ണം പുട്ട്, അതിക്ക് കറി ചിലപ്പോൾ ഉണ്ടാവും. അന്നൊന്നും കറിയില്ല. ഞാനൊന്നും നോമ്പ് നോക്കാൻ തുടങ്ങിയ കാലത്തൊന്നും കറിയില്ല. പുട്ടാണെങ്കിൽ ഒരു ചായ, അല്ലെങ്കിൽ ഒരു അപ്പം, അല്ലെങ്കിൽ 2 അപ്പം. കാരണം അന്നത്തെ കാലം അങ്ങനെ പ്രയാസത്തിൻ്റെ കാലം. ഒരു വലിയൊരു കുടുംബമാണെങ്കിലും ഒക്കെ അന്ന് അങ്ങനെയാണ് ജീവിച്ചു പോരുന്നത്. അന്നത്തെ കാലത്ത് നോമ്പില്ലാത്തവൻ എന്താണെന്നറിയോ? ഉച്ചക്ക് ചോറ്, ഉച്ചക്ക് കഞ്ഞി, വലിയ കലത്തിലുള്ള കഞ്ഞി ഉണ്ടാവും, കൂട്ടാനുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ നോമ്പ് ഇറക്കുന്നവന് വൈകുന്നേരത്ത് ഒരു പരിഗണന ഉണ്ടാവും കേട്ടോ. ഒരു ചീള്, ഈത്തപ്പഴം പറഞ്ഞല്ലോ, കാരക്കാണ്, ഈത്തപ്പഴമല്ല. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഒരു തരിക്കഞ്ഞി, അതും ഒരു ഗ്ലാസ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച്. ഇന്നതല്ലല്ലോ, നമ്മളുടെ മേശമ്മ ഇങ്ങനെ വിഭവ സമൃദ്ധമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ട് അതിൽ. എന്താണെന്നറിയോ? നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവൻ നോമ്പ് തുറക്കുന്നുണ്ടോ എന്ന് ഈ ഒരു കാര്യത്തിൽ അന്നത്തെ കാലത്ത് ഏതായാലും ഈ ഒരു കാലം കൊണ്ട് എല്ലാവരും കഴിച്ചു കൂടുന്നതുകൊണ്ട് ഒരു വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ വലിയ വിഭവ സമൃദ്ധമായ ഇഫ്താറുകളാണ് നടക്കുന്നത്. അപ്പം എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, അത്തരം ഇഫ്താറുകൾക്കൊക്കെ ഒരു തടയിടണം അവനാൻ തന്നെ. കാരണം എല്ലാവർക്കും വേണ്ടേ? മറ്റുള്ള ഇല്ലാത്തവർ എത്ര ആളുണ്ട്. നമ്മളൊക്കെ ആലോചിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഇത്രയൊക്കെ നോമ്പ് തുറക്കുന്നവനാണ് എൻ്റെ മനസ്സിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാകപ്പെടുന്ന സമയമാണ് റമദാൻ മാസം. ഞാനിപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ക്ഷമയുണ്ട്, സഹനമുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും മറ്റുള്ള ആഗ്രഹങ്ങളെയൊക്കെ ഒരു കടിഞ്ഞാണിടുന്ന ഒരു സമയമാണ് പരിശുദ്ധ റമദാൻ. ഇബാദത്തോടിനോടുകൂടി ഇബാദത്തെടുത്ത് ഈ കാര്യങ്ങളൊക്കെ അവനവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ സംരക്ഷിച്ച് തൃപ്തരായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇതിൽ നമ്മളുടെ സക്കാത്തുകൾ, ദാനധർമ്മങ്ങൾ, ഒരു കാര്യം, നല്ല കാര്യം ഒരു പ്രാവശ്യം ചെയ്ത് അതിൻ്റെ 10 മടങ്ങാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ചീത്ത കാര്യങ്ങൾക്ക് അതിൻ്റെ ഡബിൾ കിട്ടും കേട്ടോ. ചീത്ത കാര്യങ്ങൾക്ക് ആർക്കും മെനക്കെടരുത്. ചീത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. കാരണം നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുന്നവനാണ്, നോമ്പ് അനുഷ്ഠിക്കുന്നവനാണ്. നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരുപാട് ചെയ്യാൻ പറ്റാത്ത കാര്യം നോമ്പ് അനുഷ്ഠിക്കുന്നവൻ ചെയ്താൽ വളരെ വളരെ അധികം പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒക്കെ നമുക്ക് മനസ്സിലാക്കാണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ അത് പറയാം, അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്കത് കാണാം. പിന്നെ നമ്മൾ ദിവസവും സഹനവും കാര്യങ്ങളും ക്ഷമയും ഒക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളുടെ ഇബാദത്തുകളിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. മനസ്സിരുത്തി എന്ത് ഇബാദത്താണെങ്കിലും പൂർണ്ണ മനസ്സിനെ പാകപ്പെടുത്തുക.
ഭക്ഷണത്തിനോടുള്ള ആർത്തി. നമ്മൾ രാവിലെ വൈകുന്നേരം വരെ നോമ്പ് പറ്റി, വൈകുന്നേരം വരെ നോമ്പ് നോറ്റി ഭക്ഷണം പിന്നെ വൈകുന്നേരത്ത് അങ്ങോട്ട് തള്ളി മറിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മളൊന്ന്, എല്ലാം ഒരേ വയറ്റിലേക്കല്ല പോണത്, അപ്പോൾ മിതമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നെനിക്കൊരു ഉപദേശം കൂടി ഉണ്ട്. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യണം. നമ്മളിപ്പോൾ ഒരാളെ ഇഫ്താറിന് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അത് കൊടുത്തില്ലെങ്കിലോ അതങ്ങനെ പ്രശ്നം, കൊടുത്താലോ മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ നമ്മൾ കാണാതെ അങ്ങനെ കൊടുത്താലോ അതൊരു പ്രയാസം. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ, നമ്മളിപ്പോൾ ആരെയും നിർദ്ദേശിക്കാൻ, നമ്മളൊക്കെ അവനവൻ്റെ ഓരോരുത്തർക്കും ഓരോ ഉത്ബോധനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ആരെയും പഠിപ്പിക്കാനോ അല്ല ആർക്കെതിരെയും അല്ലെങ്കിൽ വരാകാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ നന്നായിട്ട് പാകപ്പെടുന്ന ക്ഷമ, സഹനം, ഈ വഴക്കും വെക്കാനൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ വളരെ സൗമ്യനായിട്ട് നമ്മുടെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും. പക്ഷേ നമ്മളുടെ ബന്ധങ്ങളെ സൂക്ഷിക്കുക, നമ്മളുടെ എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഈ വഴക്കുണ്ടാക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തല്ലുകൊടുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മുകളിലേക്ക് വലിച്ച ശ്വാസം താഴെയില്ലെങ്കിൽ ആളില്ല. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ എത്രയോ മഹത്തരാണ്, എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. എന്താണെന്നറിയോ? ചില ഹോസ്പിറ്റലുകളിൽ പോയി കിടക്കുന്ന രോഗികളുടെ സ്ഥിതി കണ്ടാൽ, അല്ലെങ്കിൽ അവർക്ക് ചികിത്സാ സഹായം ചോദിച്ചു വരുന്ന വീഡിയോകൾ കണ്ടാൽ, പടച്ചോനെ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവരൊന്നിപ്പോൾ പിന്നെ ഇത് ചെയ്യായിട്ടോ വിവാദ ചെയ്യായിട്ടോ അങ്ങനെ ഒന്നുമല്ല. പക്ഷേ സാഹചര്യങ്ങളാണ്. സർവശക്തമാക്കി കാക്കട്ടെ എന്ന് ആത്മഹത്യ പ്രാർത്ഥിക്കും. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുക, ശരീരത്തെ പാകപ്പെടുത്തുക, ആഗ്രഹങ്ങളെ പാകപ്പെടുത്തുക, എല്ലാം ദൈവികമായി ചിന്തകളിലേക്ക് മാത്രം വഴിപ്പെടുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും നമുക്കൊക്കെ സർവശക്തൻ ഒരുപാട് കാലം ഇതൊക്കെ അനുഷ്ഠിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും സമ്പത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിപ്പിച്ച് വളർന്നു വരുമ്പോൾ അവർക്കറിയാം, അവരും നമ്മളോടൊപ്പം എൻ്റെ വാപ്പയും എന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ ഈ വലുപ്പത്തിലൊന്ന് പറയാം. കാരണം ഞാൻ ചെറുപ്പം മുതൽ നോമ്പ് അനുഷ്ഠിച്ചതുകൊണ്ട് എനിക്കതൊരു പ്രയാസമില്ല. ഇപ്പം ഞാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അതായത് ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ചില ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കരുത്, നിങ്ങളുടെ കുളിക്കാനൊന്നും സമയം മാറ്റാൻ പറ്റില്ല. അത് അത്രയ്ക്ക് ഗത്യന്തരമില്ലെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സമയത്ത് ഗുളികത്തിൻ്റെ സമയം മാറ്റിപ്പോൾ രാവിലെ കുടിക്കുന്ന ഗുളിക അത്താഴത്തിന് മുമ്പ് കുടിക്കുന്നു, ഉച്ചയ്ക്ക് കുടിക്കേണ്ട ഗുളിക വൈകുന്നേരത്ത് കുടിക്കുന്നു, എന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുന്നു. അതിലൊന്നും പ്രശ്നങ്ങളില്ല. അതൊക്കെ ആ ഡോക്ടറുടെ ഇതിനനുസരിച്ചിരിക്കും. എല്ലാ ഡോക്ടർമാരും അങ്ങനെ നല്ലിട്ട് പറയുന്നത്. ചില ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കണ്ടിട്ടുണ്ട്, നോമ്പ് പറ്റൂല, നോമ്പ് വിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കണം. ആദ്യത്തെ 2-3 ദിവസമൊക്കെ പ്രയാസങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്യാൻ സർവശക്തി നമുക്ക് കഴിവ് തരും എന്ന് ഉറപ്പാ, ഒരു സംശയമില്ല കാര്യത്തിൽ. അയാൾക്ക് ഇതുകൊണ്ട് പേടിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും. അതിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുക, അവനവൻ്റെ ജീവിത രീതികളിലൊക്കെ മാറ്റം വരുത്തുക, അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാം നോമ്പ് നോൽക്കുക. അതിനൊന്നും നിങ്ങളാരും പ്രയാസപ്പെടേണ്ട, എല്ലാം നല്ലതിനാട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗ്യ എപ്പിസോഡുകൾ നമ്മളിങ്ങനെ ഇതിലൂടെ തന്നെ എല്ലാവർക്കും എത്തിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാനിതിങ്ങനെ എന്ന് പറയണത്, ഇവനിപ്പോൾ എന്താ തുടങ്ങിയിരിക്കണത്? ഒന്നും തുടങ്ങിയിട്ടല്ല, എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ഒന്നുമല്ല. അപ്പോൾ എന്തൊക്കെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ? ഞങ്ങൾക്കൊക്കെ അറിയും, പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു ഉത്ബോധനം മാത്രമാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ തരുന്നത് കേട്ടോ. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കുക. നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ, അതിനുള്ള മറുപടി കിട്ടും. നോ ഇനീഷ്യം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായി, നോമ്പിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ നാളെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് സർവശക്തൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.